രാജ്യാതിർത്തിക്കപ്പുറമുള്ളൊരു ശത്രു, ആ ശത്രുവിനെ കൊലപ്പെടുത്താനായി ആ ശത്രു ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കൈക്കലാക്കുക, കുറച്ച് സമയത്തേക്ക് അത് അവിടെ നിന്ന് മാറ്റുക, അതിനുശേഷം അതിൽ സ്ഫോടക വസ്തു നിറയ്ക്കുക. ആ സ്ഫോടക വസ്തു നിറച്ച മൊബൈൽ ഫോൺ പിന്നീട് ആ ശത്രു ഉപയോഗിക്കുന്ന അവസരത്തിൽ പൊട്ടിത്തെറിച്ച ശത്രു കൊല്ലപ്പെടുക. ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ ഒരു അധ്യായമാണ് യഹിയ അയാഷിൻ്റെ കൊലപാതകം. ഹമാസിൻ്റെ ബോംബ് മേക്കിംഗ് സ്ക്വാഡിൻ്റെ ഹെഡായിരുന്ന ദ എഞ്ചിനീയർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യഹിയ അയാഷിനെ 1996 ഒരു മൊബൈൽ ഫോണിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു വഴി കൊലപ്പെടുത്തുകയാണ് ഹമാസ് ചെയ്തത്. ഇത്രയും വലിയ ടാർഗറ്റഡ് ഓപ്പറേഷൻ നടത്തിയ ഇസ്രയേൽ എങ്ങനെയാണ് 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന തീവ്രവാദി സംഘത്തിന് മുന്നിൽ പതറിപ്പോയത്? അതേക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന പുസ്തകമാണ് വൈൽ ഇസ്രയേൽ സ്ലെപ്റ്റ്. How this happened, overcoming the fear of Gaza, the tunnel blindness, the birth of Hamas, targeted strikes, paying the rest, blackmail എന്നീ 6 അധ്യായങ്ങളിലൂടെയാണ് ഈ പുസ്തകം കഥ പറഞ്ഞു പോകുന്നത്. ഈ 6 അധ്യായങ്ങളിലൂടെ ഒക്ടോബർ 7 ആക്രമണം എങ്ങനെ നടന്നു, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു, അതിന് ഇസ്രയേൽ നൽകിയ തിരിച്ചടി എന്തായിരുന്നു, ഹമാസിൻ്റെ സുസംഘടിതമായ ടണൽ ശൃംഖല അതെന്തായിരുന്നു, ആ ടണൽ ശൃംഖലയെ എങ്ങനെയാണ് പിന്നീട് ഇസ്രയേൽ തകർത്തത്, ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇസ്രയേൽ എന്ന രാജ്യം സ്വീകരിച്ച അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറഞ്ഞു പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഇസ്രയേൽ എന്ന സൈനിക ഭീമനെ ഹമാസ് എന്ന ഭീകര സംഘടന എങ്ങനെ ഞെട്ടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ട്രൂ അക്കൗണ്ടാണ് ഈ പുസ്തകം. 2 ഇസ്രയേലുകാരായ മാധ്യമപ്രവർത്തകർ തന്നെ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഇസ്രയേലിൻ്റെ വൾണറബിലിറ്റീസ് വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്നു. വളരെ കൂടുതലായി മാനുവൽ ആൻഡ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ശേഖരണത്തിൽ നിന്ന് മാറി അമിതമായ ടെക്നോളജിയെ ആശ്രയിച്ചതിൻ്റെ ഫലമായിരുന്നു ഒക്ടോബർ 7, 2023 ഹമാസ് ആക്രമണം. ഈ പുസ്തകത്തിൻ്റെ ഒരു മേന്മയായി ഇസ്രയേലിൻ്റെ വൾണറബിലിറ്റീസിനെ കുറിച്ചുള്ള ട്രൂ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് പറയാവുന്നത്, ഇത് 2 ഇസ്രയേൽ പത്രപ്രവർത്തകർ എഴുതിയതുകൊണ്ട് തന്നെ പലസ്തീനിലെ ജനത അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചോ പറയുന്നില്ല. പലസ്തീനെ പൂർണ്ണമായും ഒരു തീവ്രവാദ രാഷ്ട്രമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രശ്നം. അമേരിക്കയിലെ സെൻറ്റ് മാർട്ടിൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് ഇന്ത്യയിലെ വിൽപ്പന വില 699 രൂപയാണ്. ഈ പുസ്തകം വാങ്ങുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്യാം. അണ്ടർ റേറ്റഡ് ബുക്സ്, അണ്ടർ റേറ്റഡ് സിനിമാസ്, അണ്ടർ റേറ്റഡ് സീരീസ് എന്നിവയെക്കുറിച്ചും അവിടെ വിശേഷങ്ങൾ തുടർന്നും അറിയുന്നതിനായി എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.